ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും NIOS +2 ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th മൊഡ്യൂളാണ്. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് വരുന്ന 5th മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ടോട്ടൽ 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5ാമത്തെ മൊഡ്യൂളിൽ 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ മൊത്തത്തിൽ ആകെ എത്ര മാർക്കാണ്? 16 മാർക്കാണ്. 16 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. സോ അപ്പോൾ ഓരോ ചാപ്റ്ററിനും എത്ര ആയിരിക്കും നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാം. 16 മാർക്ക് വരുന്ന 5th മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന ചാപ്റ്ററാണ്. ഈ മൊഡ്യൂളിൽ നമ്മൾ ഇലക്ട്രിക് ചാർജുകളെയും ഇലക്ട്രിസിറ്റിയെയും പിന്നെ മാഗ്നറ്റിക് പവേഴ്സിനൊക്കെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രിക് ചാർജ് മാഗ്നറ്റിലൂടെ കടത്തി പോകുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് ഉണ്ടാക്കുന്ന കാന്തിക ശക്തി, അതിനൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ചാർജുകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്, സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ആദ്യം നമുക്ക് ഇലക്ട്രിക് എന്നുള്ള വേർഡ് എവിടെ നിന്ന് വന്നതെന്ന് നോക്കാം. ദ വേർഡ് ഇലക്ട്രിക് കംസ് ഫ്രം ഗ്രീക്ക് വേർഡ് ഫോർ ആംബർ മീനിങ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്നും അർത്ഥം വരുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? ഇലക്ട്രിക് എന്നുള്ള ആ ഒരു വേർഡ് വന്നിട്ടുള്ളത്. ആംബർ എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ആംബറിൻ്റെ മീനിങ് എന്താണ്? ഇലക്ട്രോൺ എന്നാണ്. അതിൽ നിന്നാണ് ഇലക്ട്രിക് എന്നിട്ടുള്ള വേർഡ് വന്നിട്ടുള്ളത്. നമുക്ക് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇഫ് യു റൺ എ കോം ത്രൂ യുവർ ഡ്രൈ ഹെയർ യു വിൽ നോട്ട് ദാറ്റ് കോം ബിഗിൻസ് ടു അട്രാക്ട് സ്മാൾ പീസസ് ഓഫ് പേപ്പർ. അതൊരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് അവർ പറയുന്നത്. ആ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് പേപ്പർ പീസസ് ചെറിയ ചെറിയ പീസായിട്ട് പേപ്പർ ഒരു ടേബിളിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈ ഹെയർ ഉണ്ടാവില്ലേ, നല്ല സോപ്പൊക്കെ തേച്ചിട്ട് ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ എന്ത് ചെയ്യുക? ഒരു ചീർപ്പ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉരതുക, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഉരതിയാലും മതി. എന്നിട്ട് നമ്മൾ ആ പേപ്പറിൻ്റെ അടുത്തേക്ക് ആ ചീർപ്പോ സ്കെയിലോ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ പേപ്പേഴ്സ് എല്ലാം അത് അട്രാക്റ്റ് ചെയ്യും. പേപ്പേഴ്സ് എന്ത് ചെയ്യും? സ്കെയിലിൽ ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ആ ചീർപ്പിൽ ഒട്ടിപ്പിടിക്കും. അതാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയും. റബ്ബ് ചെയ്തുകൊണ്ട് ചാർജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മുടികളിലുള്ള ചാർജ് ആ ഇതിലേക്ക് പോകും. അപ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാകുമ്പോൾ പേപ്പേഴ്സിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അടുത്ത പോയിന്റ് എന്താ? ലേക്ക് ചാർജ് റിപ്പിൾ ആൻഡ് അൺലേക്ക് ചാർജ് അട്രാക്ട്സ് ഈച്ച് അതർ. എന്താണ് പറയുന്നത്? ഒരേപോലെയുള്ള ചാർജ് റിപ്പൽ ചെയ്യും. അതായത് നെഗറ്റീവ് ചാർജും ആണെങ്കിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അവ രണ്ടും. ഈ പോസിറ്റീവ് ചാർജും ആണെങ്കിൽ അത് രണ്ടും എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അതാണ് പറയുന്നത്. ലൈക്ക് ചാർജ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. പോസിറ്റീവും റിപ്പൽ ചെയ്യും. നെഗറ്റീവും റിപ്പൽ ചെയ്യും. അതാണ് ആ ഒരു പോയിന്റ് നമ്മളോട് പറയുന്നത്. വൺസ് എ ബോഡി ഈസ് ചാർജ്ഡ് ബൈ ഫ്രിക്ഷൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ചാർജ് അതർ കണ്ടക്റ്റിംഗ് ബോഡീസ് ബൈ കണ്ടക്ഷൻ. നമ്മൾ എന്ത് ചെയ്തു? ഒരു ബോഡി റബ്ബ് ചെയ്തുകൊണ്ട് ഫ്രിക്ഷൻ വഴി നമ്മൾ ആ ബോഡി ചാർജ് ചെയ്തു. അതെന്ത് ചെയ്യാം? മറ്റൊരു ബോഡിയിലേക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. കണ്ടക്ഷൻ വഴി ആ ഫ്രിക്ഷൻ വഴി ചാർജ് കിട്ടിയ ബോഡികളിൽ നിന്നും ചാർജ് കണ്ടക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ബൈ ടച്ചിങ് ദ ചാർജ്ഡ് ബോഡി വിത്ത് ആൻ അൺചാർജ്ഡ് ബോഡി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു?
ഇപ്പോൾ ഒരു ചാർജുള്ള ഒരു ബോഡി ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു സ്വിച്ചിൽ ഷോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വിച്ചിൽ തൊടുമ്പോൾ എന്ത് ചെയ്യും? അതിലുള്ള ഇലക്ട്രിസിറ്റി നമ്മുടെ കയ്യിലൂടെ പാസ് ചെയ്യും, നമ്മൾക്കും ഷോക്ക് വരും. അതാണ് പറയുന്നത് ആ ബോഡിയിലുള്ള ചാർജ് മറ്റേ ബോഡിയിലേക്കും ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻഡക്ഷനും സംഭവിക്കും. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ബ്രിങ്ങിങ് ദ ചാർജ് ബോഡി ക്ലോസ് ടു ആൻ അൺചാർജ്ഡ് കണ്ടക്ടർ ആൻഡ് എർത്തിങ് ഇറ്റ്. അതെന്താണെന്ന് വെച്ചാൽ ചാർജ്ഡ് ബോഡിനെ എന്ത് ചെയ്യുക? അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറിൻ്റെ അടുത്തേക്ക് വെക്കുക. എന്നിട്ട് അതിലുള്ള ചാർജൊക്കെ എർത്ത് ചെയ്യുക. ഇലക്ട്രോൺസിനെ എർത്ത് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ റബ്ബിങ് മൂലമുണ്ടാകുന്ന ചാർജിനെയാണ് നമ്മൾ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുക. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ബോഡീസ് ഫ്രിക്ഷൻ വഴി ചാർജ് കിട്ടിയ ബോഡീസ് തമ്മിൽ കൂട്ടിമുട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാർജാണ് കണ്ടക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചാർജ്ഡ് ബോഡി ചാർജ് ഇല്ലാത്ത ബോഡിയുടെ അടുത്ത് വെക്കുമ്പോൾ ഉള്ള ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുക? ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇൻട്രൊഡക്ഷനായി വരുന്ന 3 മെത്തേഡ്സ് ഓഫ് ചാർജിങ് വരുന്നത്. നമുക്ക് അടുത്തത് കൺസർവേഷൻ ഓഫ് ചാർജ്. ചാർജിൻ്റെ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചാർജ് എന്ത് ചെയ്യുന്നില്ല? ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഡിസ്ട്രോയ് ചെയ്യുന്നില്ല, അത് കളയുന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺലി ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു അനദർ സിസ്റ്റം ടു ദി അതർ. എന്താണ് പറയുന്നത്? ചാർജ് ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നല്ലാതെ എന്ത് ചെയ്യുന്നില്ല? ചാർജ് എക്സ്ട്രാ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് കളയുകയോ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അത് നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ചാർജ് ഇറ്റ് ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ്സ് ഓൺലി ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു ദി സിസ്റ്റം ടു അനദർ ബോഡി. അടുത്തത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? Q is the charge on an object. ഒരു ഒബ്ജക്റ്റിൻ്റെ ചാർജ് Q ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് Q ഈക്വൽ ടു NE. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നാണ് ഇറ്റ് ഈസ് ദി ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം. ഇൻറ്റഗ്രൽ മൾട്ടിപ്പിളിൽ N എന്താണ്? ഇൻറ്റീജേഴ്സിനെ കൊണ്ട് ഇലക്ട്രോണിൻ്റെ ചാർജിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് നമ്മൾ എന്ത് ചെയ്യാം? ചാർജ് ഈസ് ദി ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കാം? ഇലക്ട്രിക് ചാർജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിലുള്ള ചാർജിൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇക്വേഷൻ എന്താ? Q ഈക്വൽ ടു NE. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. മേ ബി ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചോദിക്കാം. N എന്താണ്? ഇൻറ്റീജേഴ്സ്, എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതാണ് N. അപ്പോൾ ഇലക്ട്രോൺ എങ്ങനെ വരുള്ളൂ? ഇൻറ്റീജേഴ്സ് ആയിട്ടേ വരുള്ളൂ. അല്ലാതെ ഒരു ഇലക്ട്രോൺ പോസിബിളാണ്, പക്ഷേ അര ഇലക്ട്രോൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോപ്പിക് ഇല്ല. അര ഇലക്ട്രോൺ എന്നൊരു കോൺസെപ്റ്റ് വരുന്നില്ല. അങ്ങനെ ഇലക്ട്രോണുകൾക്ക് പകുതിയോ അങ്ങനെ ഫ്രാക്ഷണൽ നമ്പർ ആവാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. E ഈസ് ദി ചാർജ് ഓൺ ആൻ ഇലക്ട്രോൺ. E എന്താണ്? ഒരു ഇലക്ട്രോണിലുള്ള ചാർജാണ് E. അപ്പോൾ നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? എത്രത്തോളം ഇലക്ട്രോൺ ഉണ്ട്, നമ്പർ ഓഫ് എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതിൻ്റെ നമ്പറും പിന്നെ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് ഒരു സിസ്റ്റത്തിലെ ചാർജ് കണ്ടുപിടിക്കാം. അടുത്തതാണ് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ, കൂളോംസ് ലോ. കറണ്ടിനെയും ഫോഴ്സിനെയും എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു ലോ ആണ് കൂളോംസ് ലോ എന്ന് പറഞ്ഞാൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്, എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ലോ ആണ്. അതെന്താ പറയുന്നത്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്താണ് കൂളോംസ് ലോ പറയുന്നത്?
രണ്ട് ചാർജ്ഡ് ബോഡീസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്, അവയുടെ ചാർജുകളുടെ പ്രൊഡക്റ്റിന്, ചാർജുകൾ മൾട്ടിപ്പിൾ ചെയ്തതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും, പിന്നെ അതിൻ്റെ ഡിസ്റ്റൻസ്, അവ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണെന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ ഇക്വേഷൻ നോക്കാം. എഫ് ഈക്വൽ ടു എഫ് പ്രൊപ്പോർഷണൽ ടു ആണ് വരിക. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ എന്ത് വരും? ഒരു കോൺസ്റ്റൻറ്റ് കെ വരും. Q1 Q2 പ്രൊഡക്റ്റ് ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജിൻ്റെയും പ്രൊഡക്റ്റ് Q1 Q2 ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അതായത് R². അതാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ആ കോൺസ്റ്റൻറ്റ് മാറ്റാം. കോൺസ്റ്റൻറ്റ് എന്താണ് കൊടുക്കുന്നത്? 1/4πε ഇൻറ്റു Q1 Q2 ബൈ R². എപ്സിലോൺ എന്താണ് ഇവിടെ വരുന്നത്? പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. നമ്മൾ ഏത് മീഡിയത്തിലാണോ ചാർജ് വെച്ചിട്ടുള്ളത് ആ ചാർജിൻ്റെ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്സിലോൺ എന്ന് പറയുന്നത്. ആ കോൺസ്റ്റൻറ്റിന് പകരം 1/4πε കൊടുത്തിട്ടുണ്ട്. പിന്നെ Q1 Q2 ബൈ R². ഇതാണ് കൂളോംസ് ലോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. എന്തായാലും പഠിച്ചു വെക്കുക. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും ചോദിക്കും. എന്താണ്? എഫ് ഈക്വൽ ടു 1/4πε ഇൻറ്റു Q1 Q2 ബൈ R². നമുക്ക് എപ്സിലോൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പിന്നെ രണ്ട് ചാർജസ് എത്ര ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തു, ചാർജസ് എത്ര ചാർജസ് ആണെന്നെല്ലാം തരും. അങ്ങനെ പ്രോബ്ലം ചോദിച്ചാൽ എന്തായാലും എഴുതണം. അപ്പോൾ എന്തായിരുന്നു കൂളോംസ് ലോ? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചാർജസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു product of their charges and inversely proportional to square of distance between them. ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. അടുത്തത്, ഇഫ് ടു ഈക്വൽ ചാർജസ് സെപ്പറേറ്റഡ് ബൈ 1 meter എക്സ്പീരിയൻസസ് എ ഫോഴ്സ് 9 × 10⁹ Newton. ഈച്ച് ചാർജ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 coulomb. എന്താ പറയുന്നത്? ഒരു കൂളോം ചാർജ് വരുന്ന രണ്ട് ബോഡീസ് 1 meter ഡിസ്റ്റൻസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? 9 × 10⁹ Newton ആയിരിക്കും. അപ്പോൾ 1/4πε വാല്യൂ എന്താണ്? 9 × 10⁹ ആണ് വരിക. അടുത്തത്, ദ റേഷ്യോ ഓഫ് ഫോഴ്സസ് ബിറ്റ്വീൻ 2 point ചാർജസ് Q1 and Q2 separated by a distance R when kept in free space and material medium is equal to ε/ε0. രണ്ട് ബോഡീസ് തമ്മിലുള്ള Q1 Q2 എന്ന ചാർജ് R എന്ന ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് Q1 Q2 എന്ന ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സസിൻ്റെ റേഷ്യോ എപ്പോഴുള്ള റേഷ്യോ ആണ് പറയുന്നത്? അത് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കം, എയറൊന്നുമില്ലാതെ ഫ്രീ സ്പേസ് ആണ്. വാക്കത്തിലോ അല്ലെങ്കിൽ മെറ്റീരിയൽ മീഡിയത്തിലോ വെച്ചാൽ അത് എന്തായിരിക്കും? ε/ε0 എന്നാണ് അതിന് പറയുക. വേറെ εr is known as relative permittivity of or dielectric constant. ഇവിടെ ε0 എന്ന് പറഞ്ഞാൽ എന്താണ്? εr എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ് നമ്മൾ എന്ത് പറയുക? εr എന്ന് പറയുക, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്നും പറയും. അടുത്തത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ. എന്തായിരിക്കും പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ എന്ന് പറഞ്ഞാൽ? 3 ചാർജസ്, ഇപ്പോൾ ഒരൊറ്റ ചാർജിൽ ഒരു ചാർജ് സെൻട്രലായിട്ട് ഇതവിടെ Q1 ഉണ്ട്. അതിലെന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാ 3 ചാർജസും അതിന് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. Q1 Q2 തമ്മിൽ ഫോഴ്സ് ഉണ്ട്, Q1 Q3 തമ്മിൽ ഫോഴ്സ് ഉണ്ട്, Q3 Q1 തമ്മിലും ഫോഴ്സ് ഉണ്ട്. അതെന്തായിരിക്കും? അത് ആഡ് ചെയ്തതിൻ്റെ സമ്മായിരിക്കും അതിൻ്റെ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 3 ചാർജസും തമ്മിലുള്ള Q1-ഉമായിട്ടുള്ള 3 ചാർജസും തമ്മിലുള്ള എന്ത് കാണണം? ഫോഴ്സ് കാണണം.
അതിൻ്റെ സമ്മായിരിക്കും എന്ത്, അതിൻ്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഫോഴ്സ് F12 എന്ന് പറഞ്ഞാൽ എന്താ, Q1ഉം Q2 തമ്മിൽ ഉണ്ടാക്കുന്ന ഫോഴ്സാണ് F12. F13 എന്ന് പറഞ്ഞാൽ Q1ഉം Q3 തമ്മിലാണ്. ഇവിടെ Q4 ആണ് വരിക, Q3 അല്ല. F14 എന്ന് പറഞ്ഞാൽ എന്താണ്, Q1ഉം Q4ഉം തമ്മിലുള്ള ഫോഴ്സാണ്. അത് കാണാൻ എന്ത് ചെയ്യുക, രണ്ട് ചാർജസിന് കുളംബ്സ് ലോ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ K×Q1Q2/r² പ്ലസ് K×Q1Q3/r² പ്ലസ് K×Q1Q4/r². അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെയൊക്കെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യും, സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്റ്റർ സമ്മാണ്. അതിൻ്റെ 3 ചാർജുകളുടെയും സമ്മാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അടുത്ത ടോപ്പിക്ക് വരുന്നത് ഇലക്ട്രിക് ഫീൽഡ്. ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കാണ്. നമുക്ക് എന്തായിരുന്നു, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡായിരുന്നു ചാപ്റ്റർ വന്നിരുന്നത്. സോ നമ്മൾ ഇലക്ട്രിക് ചാർജുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന കോൺസെപ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഫാരഡേ എന്ന ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന കോൺസെപ്റ്റ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് നോക്കാം. ദ ഇലക്ട്രിക് ഫീൽഡ് E at a point is defined as the electric force F experienced by a positive test charge Q0 placed at that point divided by the magnitude of test charge. എന്താണ് പറയുന്നത്, ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ പോസിറ്റീവ് ചാർജ് Q0 എന്ന ഒരു പോസിറ്റീവ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ എന്താണ്, അതിൻ്റെ ടെസ്റ്റ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോകുന്ന ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. നമുക്ക് E=F/Q0, ഫോഴ്സ് ഇൻറ്റു വെച്ചിരിക്കുന്ന ചാർജ്, അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ദ അട്രാക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫോഴ്സസ് മീഡിയേറ്റഡ് ദി റഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഫിഗർ കൊടുത്തിട്ടുള്ളത്. നമ്മളോട് ചോദിക്കും, ഇത് +Q ചാർജിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് പോകുന്നു. -Q ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് ഇൻവേർഡാണ് വരുന്നത്. +Q ആണെങ്കിൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വാർഡ്. -Q ആണ് ചാർജ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് വരുന്നത്, ഇൻവാർഡായിട്ടാണ് വരുന്നത്. നമുക്ക് അടുത്ത കോൺസെപ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഒരു ഡൈപോൾ മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ്. ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ചാർജ് എന്ത് ചെയ്യുന്നതാണ്, സ്മോൾ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ബോഡീസ് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഡൈപോള്. ചാർജസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിനെന്ത് പറയും, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും. എന്താണ് പറയുന്നത്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ് ദ സിസ്റ്റം ഈസ് സെഡ് ടു ഫോം എ ഡൈപോൾ. ഡൈപോൾ ഫോം ചെയ്യുന്ന സിസ്റ്റമാണ് എന്ത്, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. The product of magnitude of charge and separation between the charges called dipole moment. എന്താണ് പറയുന്നത്, ചാർജിൻ്റെയും ഈ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റിനെയാണ് എന്ത് പറയുക, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് പറയുക, Q×2L. ഇവിടെ Q നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരൊറ്റ ചാർജ് കൊടുത്താൽ മതി. അപ്പോൾ Q×2L. 2L എന്താണ്, ഡിസ്റ്റൻസ്.
അതാണ് ഡൈപോൾ മൊമെൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് എന്ന കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്താ വരുന്നതെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ആൻഡ് ഓൺ ദി പൊസിഷൻ. നമുക്ക് എന്ത് ചെയ്യാം, ആക്സിയൽ പോയിന്റിലും ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുണ്ട്. അതിൻ്റെ ഡെറിവേഷൻസ് ഒന്നും നിങ്ങൾക്ക് ചോദിക്കുന്നില്ല, ആകെ ആ ഇക്വേഷൻസ് മാത്രമേ വരുന്നുള്ളൂ പഠിക്കാൻ. സോ അത് ഈസി ആയിട്ട് പഠിക്കാം. നമ്മൾ ഫസ്റ്റ് കൊടുത്ത ഈ ഫിഗർ എന്താണെന്ന് വെച്ചാൽ ഇക്വറ്റോറിയൽ ലൈനിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ഇക്വറ്റോറിയൽ ലൈനിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ട് ചാർജ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, -q +q എന്ന് രണ്ട് ചാർജ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പി എന്ന പോയിന്റിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് നമുക്കൊരു ട്രയാങ്കിളാക്കി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഇവിടെ എന്താണ് E2 ആണ് ഇവിടെ ആരോ കാണിച്ചിട്ടുള്ളത്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -q ചാർജ് ആണ്. E1 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇതെന്താ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അപ്പോൾ അത് ഈ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. -q ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഈ ഡയറക്ഷനിൽ വരുന്നുണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ കോമ്പണൻസ് ആയിട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് E1 സൈൻ തീറ്റയും സൈഡിലേക്ക് E1 കോസ് തീറ്റയും വരും. E2ക്ക് രണ്ട് കോമ്പണൻസ് ആക്കി വരക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ E2 സൈൻ തീറ്റ ഈ ലൈൻ വരും, E2 കോസ് തീറ്റ ഈ സൈഡിൽ വരും. അപ്പോൾ ഇവിടെ എന്താണ് E1 സൈൻ തീറ്റയും ഇവിടെ നമ്മൾ ഫിഗർ മാറ്റി വരച്ച് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ രണ്ടിൻ്റെയും തീറ്റ എന്ന ആംഗിൾ വരും. E1 E2 സൈൻ തീറ്റ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് E1 കോസ് തീറ്റയും E2 കോസ് തീറ്റയാണ് ഈ ഒരു ലൈൻ വരുന്നത്. അപ്പോൾ E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഒന്ന് പോസിറ്റീവ് ചാർജിൻ്റെയും ഒന്ന് നെഗറ്റീവ് ചാർജിൻ്റെയും. അത് രണ്ടെന്താണ്, ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ നമുക്ക് എന്താ ഇവിടെ ഉള്ളത്, E1 കോസ് തീറ്റയും E2 കോസ് തീറ്റയും, അത് രണ്ടും എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തിട്ട് പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇതാ രണ്ട് ഡയറക്ഷൻ ഉണ്ട്, തീറ്റ അതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ ദം. അത് നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ E = 2p/4πε(r³ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മനസ്സിലാക്കി വെച്ചാൽ മതി, ഡെറിവേഷൻസ് ഒന്നും നമുക്ക് ചോദിക്കുന്നില്ല. പിന്നെ ഇതാണ് ആക്സിയൽ ലൈനിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇവിടെ എന്താണ്, എ എന്ന പോയിൻറ്റും ബി എന്ന പോയിൻറ്റും രണ്ട് ചാർജസ് ആണ്. ഇത് നെഗറ്റീവ് ചാർജും ഇത് പോസിറ്റീവ് ചാർജും. അത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പി എന്ന പോയിൻറ്റ് കുറച്ച് അപ്പുറത്തായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ E1 എന്ന് പറഞ്ഞാൽ എന്താണ്, -q ചാർജ് കൊടുക്കുന്നതാണ് E1. അത് ഇതിനെ അട്രാക്റ്റ്, E2 ആണ് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. +q ചാർജ് അതിനെ റിപ്പിൾ ചെയ്യുന്നുണ്ട്, അതാണ് E1 വരിക. ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്, O മുതൽ P വരെ എത്രയാണ്, സെൻറ്റർ മുതൽ ആ പോൾ വരെയുള്ള ഡിസ്റ്റൻസ് 6 എന്ന് എടുത്തിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 12 ആണ്. ഇതാണ് ഒരു ആക്സിയൽ ലൈനിൽ വരുന്ന ഫിഗർ. അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും, 2p/πε0 × r ഡിവൈഡഡ് ബൈ r⁴ 1 - L² ആണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇത് ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ്. അടുത്തത് ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോൾ വെച്ചാൽ അതിൽ എന്ത് ചെയ്യും, അതിൽ ഫോഴ്സ് 0 ആയിരിക്കും. അത് റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എന്ത് ചെയ്യും, അതിലുള്ള ഫോഴ്സ് 0 ആയിരിക്കും. അതിലെന്ത് ചെയ്യും, ഒരു ടോർക്കാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ ടോർക്കിൻ്റെ ഇക്വേഷനാണ് P×E. PE സൈൻ തീറ്റ വരും, അല്ലെങ്കിൽ P×E ആണ് ആ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോൾ വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും,
അവിടെ ഫോഴ്സും ഉണ്ടാകില്ല. ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടെ ഓൺലി എക്സ്പീരിയൻസ് ടോർക്ക് മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്യുക. ആ ടോർക്ക് എന്താണ്? P ക്രോസ് E. P ഈ സൈൻ തീറ്റയാണ് പറയുക. നമ്മൾ ഈ ഫിഗർ വെച്ച് ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും. ഡെറിവേഷൻസ് ഒന്നും നിങ്ങൾക്ക് ചോദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഡെറിവേഷൻ ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് അധികം പറയാത്തത്. അടുത്തത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതായത് ഫീൽഡ് ലൈൻസ്. ഫീൽഡ് ലൈൻസ് എന്താണ്? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ ഓഫ് എ പ്ലെയിൻ പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ദ ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ട്രെങ്ത് ഓഫ് ദി ഫീൽഡ്. എന്താ പറയുന്നത്? ഒരു യൂണിറ്റ് ഏരിയയിൽ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. അതെന്തിന് പ്രൊപ്പോർഷണലാണ്? സ്ട്രെങ്ത് ഓഫ് ദി ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണലാണ് അത് സ്ട്രെങ്ത്തിനും പ്രൊപ്പോർഷണലാണെന്നാണ് പറയുന്നത്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാമിന് ചോദിക്കുന്ന പാർട്ടാണത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ? ദ ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് റെഡിലി outward in and all directions and terminated at infinity. ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നാണ് എന്ത് ചെയ്യുക? അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ടിങ് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് ടു നെഗറ്റീവ് പോയി അവസാനിക്കും. അതെന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്വാർഡായിട്ടാണ്, പോസിറ്റീവ് ചാർജിൽ നിന്നും ഔട്ട്വാർഡായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് ഇൻഫിനിറ്റി വരെ അങ്ങനെ പോകും എന്നാണ് പറയുന്നത്. ദ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം ഇൻഫിനിറ്റി ആൻഡ് ടെർമിനേറ്റ് റെഡിലി ടു ഓൺ ആൻഡ് നെഗറ്റീവ് ചാർജ്. ഒരു ഇൻഫിനിറ്റിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ചാർജിലേക്ക് എന്ത് ചെയ്യും? ഇൻവാർഡ് നെഗറ്റീവ് ചാർജിലേക്ക് ഇങ്ങനെ വരും. പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോകും, നെഗറ്റീവ് ചാർജിൽ നിന്നും ഇതിലേക്ക് വരും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഫോർ എ ഡൈപോൾ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം ദി പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് ഓൺ ദി മാഗ്നറ്റിസം നെഗറ്റീവ് ചാർജ്. എന്താണ്? ഒരു ഡൈപോളിൽ എങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് വരുന്നത്. ഒരു മാഗ്നറ്റിക് ചാർജിൻ്റെ പോലെ തന്നെ, മാഗ്നറ്റിൻ്റെ വരെയാണ് അത്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് പോകുന്നു. പിന്നെ എ ടാൻജൻറ്റ് എനി പോയിന്റ് ഓൺ ഫീൽഡ് ലൈൻസ് ഗീവ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ്, ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കാണിക്കും. ഒരു പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. അടുത്തത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫേസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദി ഫീൽഡ് ലൈൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് സ്ട്രെങ്ത് ഓൺ ദിസ് സർഫേസ്. നമ്മൾ പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞപ്പോൾ പറഞ്ഞ പോയിൻ്റാണ്. എന്താണ്? ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫേസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദി ഫീൽഡ് ലൈൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഫീൽഡ് സ്ട്രെങ്ത് ഓൺ ദിസ് സർഫേസ്. അടുത്തത് എന്താ? ടു ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ, അതായത് ക്രോസ് ഈച്ച് അതർ. രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല, അതായത് കൂട്ടിമുട്ടിയിട്ട് ക്രോസ് ചെയ്ത് പോകില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ ആ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ അതെന്ത് ചെയ്യും? രണ്ട് ഡയറക്ഷൻ നമുക്ക് കിട്ടും. സോ ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്ന് പറയുന്നത്. നമ്മളിതാ ഇലക്ട്രിക് ഫീൽഡ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ചാർജിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഔട്ട്വാർഡ് ടു ഇൻഫിനിറ്റി വരെ എന്താണ്? ഔട്ട്വാർഡായിട്ട് പോകുന്നുണ്ട് പോസിറ്റീവ് ചാർജിൽ. ഇനി അത് നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിലോ ഇൻഫിനിറ്റിയിൽ നിന്നും ഇൻവാർഡിലേക്ക് വരുന്നു. ഫിഗർ ഒന്ന് നോക്കി നോക്കിയാൽ എക്സാമിന് വരക്കാൻ ചോദിക്കും. ഇപ്പോൾ ഒരു രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ രണ്ട് നെഗറ്റീവ് ആണെങ്കിലും റിപ്പൽ ചെയ്യും. പോസിറ്റീവ് ആകുമ്പോൾ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഔട്ട്വാർഡാണ് കൊടുക്കേണ്ടത്. നെഗറ്റീവ് ആണെങ്കിൽ ഈ ഡയറക്ഷൻ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ആയിട്ട് ഇൻവേർഡായിട്ട് കൊടുക്കണം.
എക്സാമിന് ചോദിക്കും. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിലോ അട്രാക്റ്റീവ്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് അങ്ങനെ ഫീൽഡ് ലൈൻസ് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. ഈ പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈസി ആയിട്ട് പഠിച്ചാൽ മതി. നമുക്ക് പറയാം ഫീൽഡ് ലൈൻസ് ആർ സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് ടു നെഗറ്റീവ് എന്ന് പറയാം. ദേ നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ എന്ന് പറയാം രണ്ടാമത്തെ പോയിൻ്റ് ആയിട്ട്. മൂന്നാമത്തെ പോയിൻ്റ് എന്ത് പറയാം, they cannot make closed loop. ക്ലോസ്ഡ് ലൂപ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറയാം. കാരണം മാഗ്നറ്റ് ആണെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കും. ഇവിടെ എന്ത് ചെയ്യുന്നതാണ്, പോസിറ്റീവ് മുതൽ നെഗറ്റീവ് പോയിട്ട് അവിടെ എൻഡ് ചെയ്യാണ്, അത് തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് they cannot form any closed loop എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് അത് പറയാം. അടുത്തത് വരുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആൻഡ് ഗോസസ് ലോ. അനദർ ഇമ്പോർട്ടൻറ്റ് ലോ ആണ് ഗോസസ് ലോ. നമുക്ക് ആദ്യം ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർഫേസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആണ് നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുക. നമുക്ക് ഗോസസ് ലോ എന്താണെന്ന് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് ഗോസിയൻ സർഫേസ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ ചാർജ് ക്യൂ ഇൻസൈഡ് ദി സർഫേസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ആ ഗോസിയൻ സർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സർഫേസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗോസിയൻ സർഫേസ് എന്ന് പറയുന്നത്. ആ ഒരു ഗോസിയൻ സർഫേസിൽ വരുന്ന ഇലക്ട്രിക് ചാർജിൻ്റെയും ആ ഒരു സർഫേസിലുള്ള ഇലക്ട്രിക് ചാർജിനെ എന്താണ്, എപ്സിലോൺ 0 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗോസസ് ലോ എന്ന് പറയുന്നത്. ഗോസസ് ലോൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്താ, ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ക്യൂ ബൈ എപ്സിലോൺ 0, ഫ്ലക്സ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 വരും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഗോസസ് ലോ വെച്ച് വരികയാണെങ്കിൽ 2p/4πr² ആണ് വരുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് q/ε0 അതാണ് ഗോസിയൻ ലോൻ്റെ ഇക്വേഷൻ വരുന്നത്. ഒരു പോയിൻ്റ് ചാർജിൻ്റെ ആണെന്നുണ്ടെങ്കിൽ E=q/4πε0r² ആണ്. ഒരു പോയിൻ്റ് ചാർജിൽ വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആ പോയിൻ്റ് ചാർജ് q/4πε0r². അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് ലൈൻ ചാർജ്ഡ് ലോങ് വയർ. ഒരു വയറിൽ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു വയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇതാണ്. നമുക്ക് 3 കേസസ് വരുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി, ഡെറിവേഷൻസ് ഒന്നും പഠിക്കാനില്ല. ഇപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ലോങ് വയറിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിലൊരു പാർട്ട് എടുക്കുക. ഒരു സിലിണ്ടറിക്കൽ പാറ്റേണിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ഗോസിയൻ സർഫേസായി കണക്കാക്കുന്നത്. അതിലുള്ള ഒരു സ്മോൾ ഏരിയ Δs എന്ന് എടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡും അതേ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ E × 2πrl എന്താ, അതിൻ്റെ ഏരിയ ആണ്, = q/ε0. q/ε0 സിഗ്മ L/ε0 എന്ന് പറയും. L-ആണ് ഈ ലെങ്ത്ത്, ചാർജ് എന്താണ്, ലെങ്ത്ത്. അതിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ആ സ്മോൾ ലെങ്ത്തിലുള്ള ഇതിനെ നമ്മൾ സിഗ്മ L പറയും /ε0. നമ്മൾ ഈ കാണണമെങ്കിൽ 2πrl സിഗ്മ L/2πrl × ε0 എന്ന് കൊടുത്താൽ എല്ലാം കട്ടാവും. = σ/2πr/ε0r വരും. ഇത്രേ ഉള്ളൂ പഠിക്കാൻ. ഇതാണ് എന്ത്, ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് ലൈനിൻ്റെ യൂണിഫോംലി ചാർജ്ഡ് സ്ട്രൈറ്റ് വയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. ഒരു സ്ഫെറിക്കൽ ഷെല്ലിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നോക്കാം. അതിൻ്റെ എക്സ്റ്റേണൽ പോയിൻ്റ്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എക്സ്റ്റേണൽ പോയിൻ്റ് നമ്മൾ ഈ P എന്ന
ഈ ഒരു ചാർജ്ഡ് ഷെല്ലെന്ന് പറഞ്ഞാൽ ഉള്ളിൽ കാണുന്ന Q എന്നൊരു സർഫേസാണ്. പിന്നെ P എന്ന ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പോയിന്റ് ചാർജ് വെക്കുന്നത്. അതിൻ്റെ ഔട്ട്വേർഡായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, സിഗ്മ EDS ഡെൽറ്റ S cos 0 എന്ന് പറയാം. cos 0 0 ആയതുകൊണ്ട് Q/ε0. അടുത്തത് ഡെൽറ്റ ഇൻറ്റു 4πr², അതിൻ്റെ ഏരിയ 4πr², Q/ε0. അപ്പോൾ ഈ കാണാൻ എന്ത് ചെയ്യുക, Q/4πε0 r² കണ്ടാൽ എന്ത് ചെയ്യും, അതിൻ്റെ ഔട്ട്വേർഡുള്ള ഷെല്ലിൻ്റെ ഔട്ട്വേർഡ് യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഔട്ട്വേർഡുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ, Q/4πε0 r² വരും. അത് ഇൻറ്റേർണൽ പോയിന്റ്. സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലാണെങ്കിൽ എന്താണ്, 0 ആയിരിക്കും വരുന്നത്, കാരണം ചാർജ് 0 ആണ്. ഇനി ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിൽ എന്താണ്, ചാർജ് 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡും 0 ആയിരിക്കും. സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ടാകില്ല, അതിൻ്റെ സർഫേസിൽ മാത്രമേ ചാർജ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇൻസൈഡ് എ ഷെൽ ചാർജ് ഈസ് 0. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ആൾസോ 0. ഇതാ അവിടെ ആ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ വരുന്ന എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നാണ് പറയുന്നത്, ചാർജ് 0 ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡും 0 ആയിരിക്കും. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. പ്ലെയിൻ ഷീറ്റിൽ വരുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചാർജ് ആണ് നമ്മൾ പറയുന്നത്. σ/2ε0. ഈ ഫിഗർ വെച്ചിട്ട് നമ്മൾ ഓരോ ടേംസൊക്കെ എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, σ/2ε0 ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. നിങ്ങൾ ഇക്വേഷൻ മനസ്സിലാക്കിയാൽ മതി, ഡെറിവേഷൻ വരുന്നില്ല, അതുകൊണ്ട് =σ/2ε0 വരും. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ചാപ്റ്റർ ഏതൊക്കെയാണ്, ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന 2 ചാപ്റ്റേഴ്സാണ്. ബിക്കോസ് 14 മാർക്സ് നമുക്ക് കിട്ടും. ഇതിൽ എന്ത് ചെയ്യണം, 5 ചാപ്റ്റേഴ്സ് പഠിച്ചാലേ 60 മാർക്സ് കിട്ടുള്ളൂ. സോ എന്ത് ചെയ്യുക, വെയിറ്റേജിനനുസരിച്ച് നമ്മൾ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എത്രത്തോളം വെയിറ്റേജ് വരുന്നുണ്ട് അതിനനുസരിച്ച് ഓരോ ചാപ്റ്റേഴ്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ 3 കേസസ് പഠിച്ചു. ഒരു ലോങ് വയറിലുള്ള യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ലോങ് സ്ട്രെയിറ്റ് വയറിലുള്ള ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു. പിന്നെ ഒരു സ്ഫെറിക്കൽ ഷെല്ലിൽ നമ്മൾ 2 കേസസ് പഠിച്ചു. ഔട്ട്വാർഡ് ഷെല്ലിൻ്റെ പുറത്താണെങ്കിൽ എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്, അതുപോലെ തന്നെ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡും പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, പ്ലെയിൻ ഷീറ്റ്, ഒരു യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്, അതിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ഡെറിവേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാൻ വരുന്നില്ല. പിന്നെ നമ്മൾ പഠിച്ചതാണ് ഗോസസ് ലോ, ഇമ്പോർട്ടൻ്റ് ലോ ആണ്. ഫ്ലക്സ് എന്താ, Q/ε0 ആണ്, അതായത് ചാർജ് ഡിവൈഡഡ് ബൈ ε0, അതാണ് ഗോസസ് ലോ പറയുന്നത്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസാണ് പഠിച്ച്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ ഡൈപോളിൽ വരുന്ന ടോർക്ക്, ഫോഴ്സ്, യൂണിഫോം ഫീൽഡിൽ നമ്മൾ ഒരു ഡൈപോൾ വെച്ചാൽ ഞാൻ പറഞ്ഞു എന്തായിരിക്കും, there is only experience and rotational motion. എന്താണ്, അതിന് ഒരു റൊട്ടേഷണൽ മോഷനാണ് അനുഭവപ്പെടുക. അപ്പോൾ എന്ത് ചെയ്യൂല, അവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, ഓൺലി ടോർക്കാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോർക്ക് എന്ന് പറയുന്നത്. സോ അവിടെ എന്താണ്, ടോർക്ക് മാത്രമാണ് അനുഭവപ്പെടുന്നത്, ഫോഴ്സ് അവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സാമിന് മേ ബി ചോദിച്ചാൽ, ഇപ്പോൾ ഇലക്ട്രിക് യൂണിഫോം ഫീൽഡിൽ നമ്മളൊരു
ഇലക്ട്രിക് ഡൈപോള് വെക്കുകയാണെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് എത്ര ആയിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? 0 ആയിരിക്കും എന്ന് പറയണം. ബിക്കോസ് എന്താണ്, അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നില്ല. ടോർക്ക് ചോദിക്കുകയാണെങ്കിലോ P×E അല്ലെങ്കിൽ P sin θ എന്ന് പറയാം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനിലും ഉള്ള ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞു. പിന്നെ നമ്മൾ ഡൈപോൾ എന്താ, ഡൈപോൾ മൊമെൻ്റ് എന്താ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നതായിരുന്നു ഫാരഡേ ആയിരുന്നു. നമ്മൾ ചാർജസിൻ്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞു. കൂളോംസ് ലോ ഇമ്പോർട്ടൻ്റ് ലോ ആണ്. ചാപ്റ്ററിൽ വരുന്ന ഫസ്റ്റ് ലോ ആണ്. അടുത്തത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് ചാർജ്, ഫ്രിക്ഷണൽ ചാർജ് ഒക്കെ പറഞ്ഞ്. സോ ദിസ് ഇസ് ആൾ അബൌട്ട് ദി ചാപ്റ്റർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. 5th മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്? 4 ചാപ്റ്റേഴ്സും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ അതിൽ ടോട്ടൽ വെയിറ്റേജ് ഞാൻ പറഞ്ഞു 16 മാർക്സ് ആണ്. ഇത്രയാണ് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.